ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. ബിരിയാണിയിൽ നിന്ന് വെജിറ്റബിൾ റൈസ് എന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനായാലും രാവിലെ മോർണിംഗിൽ പെട്ടെന്ന് കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയൊരു ഈസി റെസിപ്പിയാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ കറിയൊന്നും വേണ്ട ഇതിലേക്ക്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഒരു ചെറിയ തക്കാളി അല്ലെങ്കിൽ ഒരു തക്കാളിയുടെ പകുതി, അതുപോലെ തന്നെ ഞാനൊരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണ് ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത് യെല്ലോ പീസാണ്, അത് കാരണം ഞാൻ യെല്ലോ പീസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, അതും ഒരു വലിയൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത്രേ എടുക്കുന്നുള്ളൂ. ഗ്രീൻ ബീൻസിൻ്റെ അളവ് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി കൊടുക്കാം, കുഴപ്പമില്ല. നമുക്ക് ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എനിക്ക് വേണ്ടത് 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തക്കോലത്തിൻ്റെ ഒരു 3 ഇതൾ വിടർത്തി എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, 2 ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് കിസ്മിസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു 6 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അതിനെ കട്ട് ചെയ്ത് വെച്ചേക്കാനും. നമുക്ക് ഇനി ഇതിനെ ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം ഇതിനെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം 2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഗീ ആണ് ചേർത്തിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ആദ്യം ഈ സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. അതെല്ലാം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് ഒനിയനും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മസാല എല്ലാം നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത്. നമുക്ക് അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി അതിനൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാല എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് തക്കാളി ഒന്ന് വെന്ത് വരുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അരി അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം വാരി വെച്ചിട്ടുള്ളതാണിത്. ബസ്മതി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 1 കപ്പ് അളവിലുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അളവ് കൂട്ടി കൊടുത്താൽ മതി. മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷം 2 മിനിറ്റ് അതൊന്ന് ചൂടാവാൻ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബസ്മതി അരിക്ക് ഞാനിവിടെ 1.25 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ചിട്ട് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യുക. വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നമുക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിക്കാം. ഏറ്റവും ഫേവറേറ്റ് പാർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഈ റൈസിന് ഏറ്റവും ഇഷ്ടം ഇതുപോലെ ബ്രെഡ് അതിലിട്ടിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് 2 ബ്രെഡ്. ഞാനിവിടെ ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ ബ്രെഡ് എടുത്താൽ മതി. 2 ബ്രെഡിനെ ചെറിയ പീസായി നുറുക്കിയതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരണമെങ്കിൽ വറുത്ത് കോരാൻ കുഴപ്പമില്ല. ഞാനിവിടെ എയർ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അത് നമ്മൾ ഈ ഒരു സാധനം ആക്കി അതിലിട്ട് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ആ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊന്ന് എയർ ഫ്രൈ ചെയ്തിട്ട് കൊണ്ടുവരാം. റൈസ് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം കൂടി നമുക്കിത് മൂടി വയ്ക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ബ്രെഡൊക്കെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ചൂടോടുകൂടെ സെർവ് ചെയ്യാം.